അഹക്കുന്നാസി ബിഗസ്ലിഹി വസ്സലാത്തി അലൈഹി വദഫ്നിഹി. ഈ മയ്യത്തിനെ കുളിപ്പിക്കാനും ആ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കാനും ആ മയ്യത്തിനെ മറമാടാനും ഏറ്റവും അർഹതയുള്ള ആൾ, അതിനൊക്കെ നേതൃത്വം കൊടുക്കാൻ ഏറ്റവും അർഹതയുള്ള ആള് വസിയ്യുഹു ഫി ദാലിക്, മയ്യത്ത് വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളാണ്. ഒരാൾ പറയാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ ഹസനാക്ക കുളിപ്പിക്കണം എന്നൊരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുളിപ്പിക്കാൻ ഏറ്റവും അർഹത ആർക്കാണ്? ഹസനാക്കാണ്. എന്നെ കഫൻ ചെയ്യേണ്ട ഹസനാക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹസനാക്കാണ് അതിന് ഏറ്റവും കൂടുതൽ അർഹതയുള്ളത്. ഇനി അങ്ങനെ വസിയത്തൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ ആരും അങ്ങനെ ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ നമ്മൾ വസിയത്ത് പറഞ്ഞ ഒരു ഉദാഹരണം മുമ്പ് പറഞ്ഞിരുന്നു. ഷെയ്ഖ് അൽബാനി റഹിമുല്ല, എൻ്റെ അയൽവാസിയാണ് എന്നെ കുളിപ്പിക്കേണ്ടത് പറഞ്ഞിരുന്നല്ലോ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞിരുന്നു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അലി ബിൻ അബി ത്വാലിബാണ് എന്നെ കുളിപ്പിക്കേണ്ടത്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ആണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മയ്യിത്ത് കുളിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ വസിയത്തൊന്നും ഇല്ല എങ്കിൽ സുമ്മൽ അബ്, പിന്നെ ആരാണ്? ബാപ്പയാണ് ഏറ്റവും അർഹതയുള്ള ആള്. സുമ്മൽ ജദ്, പിന്നെ വല്യുപ്പ. ഇതുവരെ തന്നെ കുളിപ്പിക്കണം എന്നല്ല, അർഹതന്റെ ഒരു ഓർഡർ പറയാണ്, ഒരു ക്രമം പറയാൻ. സുമ്മൽ അഖ്റബു ഫൽ അഖ്റബു മിനൽ അസബാതി ഫി ഹഖ്ഖി റജുൽ. പിന്നെ അടുത്ത ബന്ധുക്കൾ. ഇപ്പോൾ പുരുഷനാണെങ്കിൽ പുരുഷന്മാരുടെ കൂട്ടത്തിൽ അടുത്ത ബന്ധുക്കൾ, സഹോദരങ്ങൾ, മക്കൾ, ആ നിലക്ക് എന്ത് ചെയ്യുക? ആ ഒരു അടുത്ത ബന്ധുക്കൾ എന്ന നിലക്കാണ് പോവുക. വൽ ഔലാ ബിഗസ്ലിൽ മർഅതി വസിയതുഹ. ഇനി പെണ്ണിനെ കുളിപ്പിക്കാൻ ഏറ്റവും അർഹതയുള്ളത്, ആ പെണ്ണാരെങ്കിലും വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇതാ എൻ്റെ ഈ സുഹൃത്താണ് എന്നെ കുളിപ്പിക്കേണ്ടത്. പെണ്ണിനെ കുളിപ്പിക്കാൻ പറ്റുള്ളൂ. കുളിപ്പിക്കാൻ പറ്റിയ ഒരേവരാണുള്ളത് ആരാണ്? ഭർത്താവാണ്. ഭർത്താവ് അല്ലാത്ത ഒരു ആണിനും എന്ത് ചെയ്യാൻ പറ്റൂല? ഒരു പെണ്ണിനെ കുളിപ്പിക്കാൻ പറ്റൂല. മകൾ മരിച്ചാൽ വാപ്പാക്ക് മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റൂല, വാപ്പ മരിച്ചാൽ മകൾക്കും പറ്റൂല. സുമ്മൽ അങ്ങനെ ഇല്ല എങ്കിൽ ഉമ്മ, സുമ്മൽ ജദ്ദ, പിന്നെ വല്യുമ്മ, സുമ്മൽ അഖ്റബ് ഫൽ അഖ്റബ് മിൻ നിസാഇഹ. പിന്നെ സ്ത്രീകളുടെ കൂട്ടത്തിൽ അടുത്ത ബന്ധുക്കൾ എന്ന നിലക്കാണ് ആ ഒരു ക്രമം വരിക. വലിസ്സൗജൈനി അൻ യുഗസ്സില അഹദുഹുമാ അൽ ആഖർ. എന്നാൽ ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുളിപ്പിക്കാം. ലിഅന്ന സിദ്ദീഖ റളിയല്ലാഹു അൻഹു ഗസ്സലത്ഹു സൗജതുഹു. കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുളിപ്പിച്ചത് ആരാണ്? ഭാര്യ അസ്മാ ബിൻത്ത് ഉമൈസ് റളിയല്ലാഹു അൻഹയാണ്. വലിഅന്ന അലിയൻ ഗസ്സല സൗജതഹു ഫാത്തിമ റളിയല്ലാഹു അൻഹ. അപ്പോൾ തന്നെ അലി റളിയല്ലാഹു അൻഹു ആണ് ഫാത്തിമ ബീവിയെ കുളിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഭാര്യ മരിച്ചാൽ ഭർത്താവിന് കുളിപ്പിക്കാം, ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്കും കുളിപ്പിക്കാം.